പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിന് 9-ാം വാക്ക് ഇങ്ങനെ പറയും: ഞാൻ ഇന്ന് മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഊട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേര് പറയുന്നു. പ്രൈസ് ലോർഡ്. നമുക്കിവിടെ വായിച്ചത് ആമേൻ ഹല്ലേലൂയ, മിസ്രയീമിനെ നിങ്ങളിൽ നിന്ന് കളയും എന്ന് ദൈവം യോശുവയോട് പറയുന്ന ഹല്ലേലൂയ ഒരു ഭാഗമാണ് നാം വായിച്ചത്. സ്തോത്രം. ഇവിടെ യോശുവയുടെ പുസ്തകം 5:9 പറയുന്നത് ദൈവം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ വിടുവിച്ച് കൊണ്ടുവന്ന ശേഷം ദൈവം എന്ത് ചെയ്തു? അവരോട് പറയുന്ന ഒരു ദൈവിക ആലോചനയാണ്, ഒരു ദൂതാണ് ഇവിടെ പറയുന്നത്. യോർദാൻ നദി മുറിച്ചു കടന്ന ശേഷം ഇസ്രായേൽ പെസഹ ആചരിച്ചു. ഈജിപ്തിൽ നിന്ന് അവരുടെ വിടുതൽ എന്ത് ചെയ്തു? അവരാഘോഷിച്ചു. ആമേൻ. എന്നിരുന്നാലും ഈജിപ്തിൽ നിന്ന് പുറത്തു പോയ തലമുറ പ്രധാനമായും എന്ത് ചെയ്തു? മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ അനേകരും മരിച്ചു, പുതിയ തലമുറ ജനിച്ചു. ഈജിപ്തിൽ നിന്ന് അവരുടെ ഇസ്രായേലിന്റെ അതായത് ഈജിപ്തിൽ നിന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ അനുഭവിച്ച ലജ്ജയും അപമാനത്തെയും കാണിക്കുകയാണ് ഇവിടെ. ഈജിപ്തിലെ ഹല്ലേലൂയ അടിമകളാക്കി. നമുക്കറിയാം ഇസ്രായേൽ ജനം 430 വർഷക്കാലം മിസ്രയീമിൽ അടിമകളായിരുന്നു അല്ലെ. അടിമകളായി തീർന്നപ്പോൾ അവരവിടെ അനുഭവിച്ച കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, നിരാശകൾ, ദുഃഖങ്ങൾ, അങ്ങനെ പലവിധമായിരിക്കുന്ന അടിമകളാക്കി അവിടെ ആയിരുന്നപ്പോൾ അവർക്കൊന്നും സ്വയമായിട്ട് അവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. അവർക്കൊന്നും സ്വാതന്ത്ര്യമില്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് ആ ജനം കടന്നു പോയത്. അല്ലെങ്കിൽ ആ ജനം കടന്നു പോയ അവരുടെ പേര്, അവർ അടിമകളായിരുന്നു എന്നൊരു പേര് എന്ത് ചെയ്തില്ല, മാറിയില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആ ജനത്തെ പുറപ്പെടുവിച്ച ശേഷം, ആ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ശേഷം ഈ യോശുവയോട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? മിസ്രയീമിനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയും. എന്നാൽ നിങ്ങൾ പണ്ടവിടെ അടിമകളായിരുന്നു എന്ന് എന്ത് ചെയ്യുക? നിങ്ങളിനി ഓർക്കാതെ വണ്ണം ഹല്ലേലൂയ ആ പേരിനെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാൻ മാറ്റും. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ തുടച്ചു മാറ്റും. ആ കല്ലിനെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? ഉരുട്ടിക്കളയുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമാണെന്ന് പറയുമ്പോൾ അവര് ദൈവത്തെ ആരാധിക്കേണ്ടവരായിരുന്നു ഒരു പക്ഷെ. എന്നാൽ അവരെന്ത് ചെയ്യുക? ആരാധിക്കുവാൻ കഴിയാതെ അവിടെ ആത്മീകത്തെ പോലും എന്ത് ചെയ്യുക? ആത്മീകം അവിടെ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, ഇസ്രായേൽ ജനം പരാജയപ്പെടുവാനിടയായി. അവർക്ക് ബലഹീനതകൾ ഉണ്ടായിരുന്നു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇസ്രായേലിനെ ദൈവം ഈജിപ്തിലെ നിന്ന് ഉരുട്ടി മാറ്റുന്നു എന്ന് പറയുന്ന ഒരു വചനം ഈജിപ്തിലെ ലജ്ജയും അവിടെ കളങ്കവും ഇസ്രായേലിന് അതിൽ നിലനിൽക്കുന്ന ഈജിപ്തിലെ ഫലങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്യുക? അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വരുമെന്നാണ് ദൈവം പറഞ്ഞത്. ആ വേദനകളിൽ നിന്ന്, ആ ഒരു പേരിൽ നിന്ന് ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യുക? പൂർണ്ണമായും അടിമകളായിരുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലിന് ദൈവം എന്ത് ചെയ്യുക? തുടച്ചു മാറ്റും. നമുക്കറിയാം ഈ പുതിയ ഈജിപ്തിൽ നിന്നെ കുറിച്ച്, ഭൂതകാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവർക്ക് സ്വാതന്ത്ര്യവും വിജയവും ഉടമ്പടിയും ലഭിച്ചു. അവരെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. മരുഭൂമിയിലേക്കൂടെ അവര് എന്ത് ചെയ്ത് കടന്നു. കനാൻ അവരെ കീഴടക്കി. ദൈവം അവർക്ക് സ്വാതന്ത്ര്യം നൽകി കൊടുത്തു. പിന്നെ ദൈവം എന്ത് ചെയ്യുക? ദൈവം ഇസ്രായേൽ തമ്മിലുള്ള ഉടമ്പടി, ആ ബന്ധത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് ഇസ്രായേൽ ഇവിടെ യോശുവയോട് പറയുകയാണ്, നിങ്ങൾ അടിമകളായിരുന്നു എന്ന് പറയുന്ന ആ പേരിനെ എന്ത് ചെയ്യും? ഞാൻ മാറ്റും. പകരം എന്ത് ചെയ്തു? നിങ്ങൾ എൻ്റെ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ആ പേര് ഞാൻ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നൽകി തരുവാനിടയാകും. പ്രിയരേ, ഹല്ലേലൂയ. നമ്മൾ ഇന്നായിരിക്കുന്ന പല അനുഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ നമ്മളെയും ഹല്ലേലൂയ പല പല പേരുകളിലാൽ ഹല്ലേലൂയ നമ്മളെയും വിളിക്കുന്നവരുണ്ട് അല്ലേ. എന്നാൽ ഹല്ലേലൂയ ഇവിടെ കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ജനം ഹല്ലേലൂയ അവിടുന്ന് പുറപ്പെടുവിച്ച ശേഷം അവർ ഗിൽഗാലിൽ വെച്ച് പരിച്ഛേദന നടത്തും. വെച്ചാല് ഇസ്രായേലിലെ ആചാരങ്ങളും
ഒക്കെ ഇവർ കുറച്ചൊക്കെ എന്ത് ചെയ്യുക, നമുക്കറിയാം മിസ്രൈം ജനം അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ പുറപ്പെട്ടപ്പോൾ അവിടുന്ന് പുറപ്പെട്ട പലരും അല്ലയ ആ ദൈവത്തെ മറന്നുകൊണ്ട് വിഗ്രഹങ്ങളെ കാളക്കൂട്ടിയെ വാർത്തുണ്ടാക്കി. പക്ഷെ ദൈവകോപം അവരുടെ മേൽ വന്നപ്പോൾ അവരെന്തിയോ ഹല്ലേലൂയ ദൈവം അവരെ എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു എന്ന് പറയാൻ നമുക്ക് പറയും. ദൈവം അവരെ എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. ഭൂമി പിളർന്നു അവരെ എന്ത് ചെയ്തു, ദൈവം എന്ത് വിഴുങ്ങിക്കളയുവാൻ ഇടയായി. അപ്പോൾ ആ ഒരു വേദനയില്ല. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, ഇസ്രായേലിനും മിസ്രൈമില് ഹല്ലേലൂയ ആ ദേശക്കാരും അവരും ഒക്കെ എന്ത് ചെയ്യുക, പലപ്പോഴും അവരെ ദൈവം അവിടുന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിട്ടും ഇന്നും ദൈവത്തിന്റെ കോപം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന ദൈവത്തിന്റെ ക്രോധം ഹല്ലേലൂയ ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്, ഈ ഇസ്രായേൽ ജനത്തിന് ലജ്ജയായി തീരുകയാണ്, നിന്നയായി തീരുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടും ദൈവം പോലും അവരെ എന്ത് ചെയ്യുക, രക്ഷിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, മരണത്തിന് കീഴടങ്ങിയാണല്ലോ എന്നൊരു നിന്ന ഹല്ലേലൂയ പലപ്പോഴും എന്ത് ചെയ്തു ഈ ഇസ്രായേൽ ജനത്തിന്റെ മേലുണ്ടായിരുന്നു. എന്നാൽ ഈ അവിടെ നിന്ന് വന്ന ദശലക്ഷം ആൾക്കാര് ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടി ഇറങ്ങി പുറപ്പെട്ടിട്ടും എന്നാൽ നമുക്കറിയാം യോർദാൻ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുതിർന്നവരാരും ഉണ്ടായിരുന്നില്ല. 18 വയസ്സിന് താഴെയുള്ള അതായത് കാലേബും യോശുവയും മറ്റുള്ള ഹല്ലേലൂയ അതായത് യൗവനക്കാരായ അതായത് അടിമത്തം ചെന്ന സമയത്തുള്ള മുതിർന്നവരാരും എന്ത് ചെയ്യുക ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ പിതാക്കന്മാരെല്ലാം എന്ത് ചെയ്തു, മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം അതൊക്കെ. അപ്പം ആ നഷ്ടപ്പെട്ടു പോയ ആ നഷ്ടം ആ വേദന ആ നിന്ന എന്ത് ചെയ്യുക ഇന്നും ഇവർ ചുവക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള നിന്നയെ ഇസ്രയേലിന്റെ നിന്നയെ അവിടുന്ന് അടിമത്തത്തിനായി അവിടുന്ന് പുറപ്പെട്ടു വന്നു അവർ നിങ്ങളെ കളിയാക്കുന്ന ആ കളിയാക്കലിനെ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടിക്കളയും. ഹല്ലേലൂയ നിന്നെ നിങ്ങൾ ചുമക്കുവാൻ എന്ത് ചെയ്യുക ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ചുമക്കുവാനല്ല ദൈവം എന്ത് ആഗ്രഹിക്കുന്നത്, തൻ്റെ ജനം നിന്ദിക്കപ്പെടുവാനല്ല ദൈവമാകുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ പറയുകയാണ് ഞാൻ നിങ്ങളുടെ നിന്നെ ഉരുട്ടിക്കളയും. നിങ്ങൾ ഏത് തരത്തിലുള്ള നിന്നെയാണ് അനുഭവിക്കുന്നത്? പ്രിയരെ കേൾക്കുന്ന ആരെങ്കിലും നിന്നയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. നിന്ദകൾ പലവിധമുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഈ നിന്നയാണെങ്കിൽ മറ്റൊരു കാലത്ത് ഹല്ലേലൂയ റാഹേലിന് നിന്ദിക്കപ്പെട്ടതായിട്ടുണ്ട്. റാഹേലിന് തലമുറയില്ലാതെ ഇരുന്ന സമയത്ത് അവൾ ഹല്ലേലൂയ തൻ്റെ സഹോദരി ലേയയിലൂടെ നിന്ദകൾ അനുഭവിച്ചിട്ടുണ്ട്. ഹന്ന നിന്ദകൾ അനുഭവിച്ച വ്യക്തിയാണ്, നമുക്കറിയാം. ഹല്ലേലൂയ അങ്ങനെ പലവിധമാകുന്ന നിന്ദകൾ ഹല്ലേലൂയ എന്ത് ചെയ്തു അനുഭവിക്കുവാനിടയായി. പക്ഷെ എന്നാൽ നിന്ദിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും നമ്മുടെ ദൈവം എന്ത് മാനിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം എന്ത് പുറത്തു കൊണ്ടുവന്നു, അവർക്ക് ദൈവം മാന്യതകൾ നൽകി. അതുകൊണ്ട് നിങ്ങൾ നിന്ദിക്കപ്പെട്ടുവോ, നിങ്ങൾ ഭാരപ്പെട്ടുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടങ്ങളിൽ മറ്റുള്ളവരാ നിങ്ങൾ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ ഉരുട്ടിക്കളയും, ഞാൻ നിന്റെ അപമാനത്തെ ഉരുട്ടിക്കളയും. നീ നിന്നെ അനുഭവിക്കേണ്ടവളല്ല, നീ ഇന്ന് ഹല്ലേലൂയ ലജ്ജിക്കപ്പെടേണ്ടവളല്ല, നീ അപമാനിക്കപ്പെടേണ്ടവളല്ല, നിനക്ക് ഞാനൊരു മാന്യത കളയും. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം പറയുന്നത് ഹല്ലേലൂയ നമ്മെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ അടയാളം ദൈവം എന്ത് നൽകും. ഹല്ലേലൂയ നന്മയ്ക്കായ അടയാളം എന്ത് ചെയ്യുക, നിന്നെ നിന്ദിക്കുന്നവർ കാണുകയെ നിനക്ക് ദൈവം ഒരു നന്മയ്ക്കായി ഒരു അടയാളം ദൈവം ചെയ്യും. യോസഫിനെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അനേക സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ ആ ഭക്തനായ മനുഷ്യൻ പിന്നീട് എന്ത് ചെയ്യുക, തൻ്റെ സഹോദരങ്ങൾ തന്നെ കുഴിയിലൂടെ കൊണ്ടുവിട്ടു അല്ലേ. പക്ഷെ അന്ന് ചെയ്തു ആ സഹോദരങ്ങളുടെ മുമ്പാകെ ദൈവം എന്ത് മാനിച്ചു. അല്ലല്ല നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെയാണ് ദൈവത്തിന്റെ മാന്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് അപമാനഭാരത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവം മാന്യതകൾ നൽകും, നിങ്ങളുടെ നിന്നെ ഉരുട്ടിക്കളയും. ആമേൻ. കർത്താവ് നമ്മെ